നിങ്ങൾ ബേജാറാണ്ട, ഞാൻ നീട്ടി പ്രസംഗിക്കില്ല. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്ന മൈതാനത്ത് ഒരു തേന്മാവ് നട്ടുകൊണ്ട് നമ്മുടെ ഉദ്ഘാടകൻ വേദിയിലേക്ക് വരുന്നത്. ഈ നന്മയുടെ രാഷ്ട്രീയത്തെ കേരളം അംഗീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ മലപ്പുറത്തെ എൻ്റെ സുഹൃത്ത് പത്രപ്രവർത്തകൻ ഒരു വാട്സപ്പ് സന്ദേശം എനിക്ക് അയച്ചു. അത് കേട്ടാൽ നിങ്ങൾക്ക് ആവേശം വരും. ഈ മൈതാനത്ത് ഇതിനകം 3 തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടന്നിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് NDAയുടെ BJPയുടെ കൺവെൻഷനിലാണ് എന്ന് ഒരു പത്രപ്രവർത്തകൻ എന്നോട് പങ്കുവച്ചിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിക്കുന്നത് പോലെ മാറാത്തതും മാറും. കേരളം, നിലമ്പൂർ ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മോഹൻരാജ്, നിങ്ങൾക്കെല്ലാ വിജയാശംസകളും നേരുന്നു. ഇവിടെ പ്രസംഗിച്ച പിണറായി വിജയൻ തൻ്റെ 9 കൊല്ലത്തെ ഭരണ നേട്ടങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് വാര്യംകുന്നനെ പറ്റിയിട്ടാണ്. മിസ്റ്റർ പിണറായി, നിങ്ങൾ വാര്യംകുന്നനെ കൂട്ടുപിടിച്ചത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് സ്വരാജിന് ഇവിടുത്തെ ഒരു ശബരിമല അയ്യപ്പൻ ഭക്തന്മാരുടെ വോട്ടും കിട്ടില്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. എന്താണ് ഈ സ്വരാജ് പറഞ്ഞത്? മാളിയേക്കൽ അമ്മ വിവാഹം കഴിച്ചു. സനാതനധർമ്മ വിശ്വാസികളുടെ മനസ്സിൽ മിസ്റ്റർ സ്വരാജ് നിങ്ങളേൽപ്പിച്ചിട്ടുള്ള മുറിവ് ഒരിക്കലും ആയില്ല. അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് പിണറായി വിജയൻ ഈ നിലമ്പൂര് വന്ന് ഏറ്റവും വൃത്തികെട്ട വർഗീയ ആയുധം പുറത്തെടുത്തിട്ടുള്ളത്. മിസ്റ്റർ സ്വരാജ്, നിങ്ങൾ സ്വരാജ് അല്ല, നിങ്ങൾ അയൽ രാജാണ്. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ സൈന്യത്തെയും നമ്മുടെ രാജ്യത്തെയും അപമാനിച്ചവനാണ് സ്വരാജ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്, കേരളം മാറും, കേരള രാഷ്ട്രീയം മാറും. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ഇവർ നടത്തുന്ന വലിയൊരു പ്രചരണം എന്ന് പറയുന്നത് BJP ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്നാണ്. പച്ചക്കള്ളമാണ്. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഇന്ത്യയുടെ പല ഭാഗത്തും യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, പ്രത്യേകിച്ച് UPയിൽ, വടക്കേ ഇന്ത്യയിൽ ഏറ്റവും ദരിദ്രരായ മുസ്ലിങ്ങൾക്ക് ക്ഷേമങ്ങളും സഹായങ്ങളും എത്തിക്കുന്ന നേതാവാണ് മോദി, യോഗി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന്റെ ഭരണത്തിൽ വടക്കേ ഇന്ത്യയിലെ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ സ്ഥിതി നിങ്ങൾക്കറിയുമോ? ഒരു ടാറിട്ട റോഡ് ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്ത്, ഒരു കുടിവെള്ള പദ്ധതി ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്ത്, ഒരു വൈദ്യുതി ലൈൻ ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് മുസ്ലിങ്ങളുടെ ഇരുണ്ട കോളനികളായിരുന്നു. ആ കോളനികളിലേക്ക് വൈദ്യുതി എത്തിച്ചത്, അവിടെ കുടിവെള്ളം എത്തിച്ചത്, അവർക്ക് വീട് വെച്ചു കൊടുത്തത് യോഗിയും നരേന്ദ്രമോദിയുമാണ്. അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇപ്പോൾ നരേന്ദ്രമോദിക്ക് അനുകൂലമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിലുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തെ തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുരേഷ് ഏട്ടന്റെ ഒരു വാക്ക് കടമെടുത്തുകൊണ്ട് പറയട്ടെ, സുരേഷ് ഏട്ടൻ തൃശ്ശൂർ എടുത്തതുപോലെ നമുക്ക് നിലമ്പൂരങ്ങ് എടുക്കാം. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിക്കും ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിക്കും ഈ മണ്ഡലത്തിൻ്റെ
ഹാരാർപ്പണം നടത്തുകയാണ്. അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിയെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ BJP ജില്ലാ പ്രസിഡന്റ് PR രശ്മിനാഥ്, PDJSന്റെ ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട്, BJP നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് വിനേഷ്, എടക്കര മണ്ഡലം പ്രസിഡന്റ് ജിജി ഗിരീഷ് എന്നിവരെയും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ കമ്മിറ്റിക്ക് വേണ്ടി BJPയുടെയും NDAയുടെയും നേതാക്കൾ ഹാരാർപ്പണം നടത്തുകയാണ്. അടുത്തതായി സ്ഥാനാർത്ഥിക്ക് ഹാരാർപ്പണം നടത്തുന്നതിന് വേണ്ടി LJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രേംരാജ് അവരെ ക്ഷണിക്കുന്നു. കേരള കാമരാജ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാറിനെ ക്ഷണിക്കുന്നു. സ്ഥാനാർത്ഥിക്ക് ഹാരാർപ്പണം നടത്തുന്നതിന് വേണ്ടിയിട്ട് നാഷണലിസ്റ്റ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി VS സനിൽകുമാർ, സോഷ്യലിസ്റ്റ് ജനതാദൾ മണ്ഡലം പ്രസിഡന്റ് ഷാജു ജോർജ്, ശിവസേന ജില്ലാ പ്രസിഡന്റ് രാജേഷ് കാടാമ്പുഴ, BJP നാഷണൽ കൗൺസിൽ അംഗം ശ്രീ വാസുദേവൻ മാസ്റ്റർ ഇവരെയും ക്ഷണിക്കുന്നു. അടുത്തതായി ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി NDA നിലമ്പൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളെ പ്രഖ്യാപിക്കുകയാണ്. ഇതിനുവേണ്ടി BJPയുടെ സംസ്ഥാന സെക്രട്ടറിയും ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഇൻചാർജറുമായ ബഹുമാനപ്പെട്ട K രഞ്ജിത്ത് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.